ഇന്നലെ ഒറ്റ രാത്രിയിൽ മധ്യേഷ്യയിൽ നടന്നത് യുദ്ധ സിനിമകളെ വെല്ലുന്ന സംഭവങ്ങളാണ്. ബാലിസ്റ്റിക് മിസൈലുകൾ, ക്രൂയിസ് മിസൈലുകൾ, ഡ്രോണുകൾ എന്നിങ്ങനെ 300ഓളം ആയുധങ്ങളാണ് ഇറാൻ ഇസ്രായേലിലേക്ക് തൊടുത്തത്. ഇറാനിൽ നിന്ന് മാത്രമല്ല, യമൻ, ഇറാഖ് എന്നീ രാജ്യങ്ങളിൽ നിന്നും ഇസ്രായേലിലേക്ക് മിസൈലുകൾ പാഞ്ഞു. ആക്രമണമുണ്ടാകുമെന്ന് നേരത്തെ തന്നെ സൂചനകൾ ലഭിച്ച ഇസ്രായേൽ മറുവശത്ത് അതെല്ലാം നേരിടാൻ സജ്ജമായിരുന്നു. അതിശക്തമായ വ്യോമ പ്രതിരോധ ശേഷിയുള്ള ഇസ്രായേൽ അമേരിക്കയുടെയും ബ്രിട്ടനിന്റെയും സഹായത്തോടെ തങ്ങൾക്കെതിരെ വന്ന ആയുധങ്ങളിൽ 99% നിർവീര്യമാക്കി. 7 വയസ്സുള്ള പെൺകുട്ടിക്ക് പരുക്കേറ്റതും തെക്കൻ ഇസ്രായേലിലെ സൈനിക താവളത്തിൽ കേടുപാടുകളുമുണ്ടായതൊഴിച്ചാൽ കാര്യമായ നാശനഷ്ടങ്ങൾ ഇസ്രായേലിനുണ്ടായിട്ടില്ല. ഇറാൻ ഇസ്രായേലിനെ നേരിട്ട് ആക്രമിക്കുന്നത് ഇതാദ്യമാണ്. ഇരു രാജ്യങ്ങളുടെയും യുദ്ധത്തിലെ മോഡസ് ഓപ്പറാൻഡി വ്യത്യസ്തമാണ്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അഥവാ IRGC അതാണ് ഇറാന്റെ ശക്തി. ഇറാന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന വിദേശ ശക്തികളെ നശിപ്പിക്കാൻ പ്രത്യേകമായി ആയത്തുള്ള റോഹുള്ള ഖൊമൈനി 1979 രൂപീകരിച്ചതാണ് IRGC. 1,90,000 സൈനികരുള്ള IRGC കരയിലും കടലിലും ആകാശത്തും ശക്തമായ പ്രതിരോധമൊരുക്കും. ഇറാന്റെ സൈന്യമായ ആർത്തേഷിന് പുറമെയാണ് IRGC. ഇറാന്റെയും ഇസ്രായേലിന്റെയും അയൽ രാജ്യങ്ങളായ യമൻ, ലെബനൻ, ഇറാഖ്, പലസ്തീൻ, സിറിയ തുടങ്ങിയ രാജ്യങ്ങളിൽ ഇറാൻ അനുകൂല സായുധ സംഘടനകളുണ്ട്. യമനിലെ ഹൂതികൾ, ഇറാഖിലെ കത്തൈബ് ഹെസ്ബുള്ള, ലെബനനിലെ ഹെസ്ബുള്ള, പലസ്തീനിലെ ഹമാസ് എന്നീ സംഘടനകൾ ഇസ്രായേലിനെ ആക്രമിക്കാൻ ഇറാനൊപ്പം നിൽക്കുന്നവരാണ്. ഈ രാജ്യങ്ങളിൽ നിന്നെല്ലാം ഇസ്രായേലിനെ ആക്രമിക്കാൻ ഇറാന് സാധിക്കും. ഇസ്രായേലിന്റെ കരുത്ത് അവരുടെ സാങ്കേതിക വിദ്യ തന്നെയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും സൈബർ വാർഫെയറും ലോകത്തെ തന്നെ മികച്ച വ്യോമയാന യുദ്ധ സംവിധാനങ്ങളുമാണ് ഇസ്രായേലിനുള്ളത്. ഇറാനും ഇസ്രായേലുമായി കരമാർഗം 2152 കിലോമീറ്റർ ദൂരവും ആകാശമാർഗം 1724 കിലോമീറ്റർ ദൂരവുമുണ്ട്. യുദ്ധമുണ്ടായാൽ എളുപ്പത്തിൽ അടിക്കാൻ ആകാശമാർഗം തിരഞ്ഞെടുക്കുകയേ വഴിയുള്ളൂ. അവിടെ ഇസ്രായേലിനാണ് മേൽക്കൈ. അമേരിക്കയുടെ സഹായവും ജൂതരാജ്യത്തിന് മുതൽക്കൂട്ടാണ്. ഇതിനെല്ലാം പുറമെ മേഖലയിലെ ഒരേ ഒരു ആണവശക്തി കൂടിയാണ് ഇസ്രായേൽ. ഇപ്പോഴത്തെ സംഘർഷം യുദ്ധത്തിലേക്ക് എത്തിയാൽ ഇസ്രായേലിൽ നിന്നും വെറും 326 കിലോമീറ്റർ മാത്രം ദൂരമുള്ള ലെബനനെയും 569 കിലോമീറ്റർ വ്യത്യാസമുള്ള സിറിയയെയും 865 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ഇറാഖിനെയും നേരിട്ടുള്ള യുദ്ധത്തിന് ഇറാൻ ഉപയോഗിച്ചേക്കും. ഇസ്രായേലിൽ നിന്ന് 2969 കിലോമീറ്റർ അകലെയുള്ള യമനിലെ ഹൂതികൾ IRGC നേവി വിഭാഗത്തിന് സഹായവുമായി ചെങ്കടലിൽ നിലയുറപ്പിക്കും. 1,69,500 സജീവ സൈനികർ, 4,65,000 റിസർവ്ഡ് സൈനികർ, 2,200-ലധികം ടാങ്കുകൾ, 530 പീരങ്കികൾ, 309 ഫൈറ്റർ ഗ്രൗണ്ട് അറ്റാക്ക് ജെറ്റുകൾ, 5 അന്തർവാഹിനികൾ എന്നിവ അടങ്ങിയ സർവ്വസജ്ജമായ ഇസ്രായേലിനോടാണ് ഇവർക്ക് പോരടിക്കേണ്ടത്. ആളില്ലാ യുദ്ധവിമാനങ്ങൾ, ഡ്രോണുകൾ, ബാലിസ്റ്റിക് മിസൈലുകൾ, ആന്റി ടാങ്ക് മിസൈലുകൾ, റഡാർ സിസ്റ്റം, എയർ ഡിഫൻസ് സംവിധാനങ്ങൾ എന്നിവയൊക്കെയാണ് ഇറാന്റെ കരുത്ത്. ഇസ്രായേൽ പ്രത്യാക്രമണം നടത്താതിരുന്നാൽ സംഘർഷം ഇവിടെ അവസാനിക്കുമെന്നും കൂടുതൽ ആക്രമണങ്ങൾ തങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ലെന്നുമാണ് ഇറാന്റെ പ്രതികരണം. ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് തിരിച്ചടി ഉണ്ടാകരുതെന്ന് അമേരിക്കയും ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ പ്രശ്നം ഗുരുതരമാകില്ലെന്ന് മാത്രം കരുതാം.